യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ യമുന നദിയാണ് ഈ ഗാർഡനാണ് മെഹ്താ ബാഗിൻ്റെ. ഈ മെഹ്താ ബാഗിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താജ്മഹൽ കാണാൻ പറ്റും. ഇത് താജ് വ്യൂ പോയിൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ വന്നാൽ താജ്മഹൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാണാം. ഇതാണ് താജ് വ്യൂ പോയിൻ്റ്. വളരെ മനോഹരമായിട്ട് നമുക്ക് താജ്മഹലിൻ്റെ ഫോട്ടോ എടുക്കാം ഇവിടെ നിന്നല്ലേ. ഇതിപ്പോൾ നമുക്ക് നേരെ നടന്നാൽ താജ്മഹലിൽ എത്താൻ കഴിയില്ല, പക്ഷേ താജ്മഹലിൻ്റെ നല്ലൊരു വ്യൂ ഇവിടെ നിന്നാൽ കിട്ടും. ഇവിടെ നല്ല മനോഹരമായിട്ട് ചെടികളൊക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുന്ന നല്ലൊരു ഗാർഡൻ. മെഹ്താ ബാഗിൽ വന്നിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക്, താജ്മഹലുമായിട്ട് ക്ലോസ് ആയിട്ടുള്ളൊരു സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിന് അപ്പുറം ഒരു നദിയുണ്ട്. ഇവിടുന്ന് ഒരു നദി കഴിഞ്ഞിട്ട് അതിനപ്പുറത്ത് നിൽക്കുകയാണ് താജ്മഹൽ. അത് കറക്റ്റാണ്. അതേ നോക്കി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ അതിർത്തി, മെഹ്താ ബാഗിൻ്റെ അതിർത്തി. അപ്പോൾ ഈ മെഹ്താ ബാഗിൽ നിന്നിട്ട് നേരെ നോക്കുമ്പോൾ ഒരു നദിയുടെ അപ്പുറത്ത് താജ്മഹൽ. ഇനി കുറച്ചുകൂടെ ക്ലോസ് ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് തൊട്ടുപുറത്ത് അതിൻ്റെ ഒരു കവാടം, ഇപ്പുറത്ത് സൈഡിൽ മറ്റൊരു കവാടം. യമുന നദിയുടെ തീരത്താണ് താജ്മഹൽ എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പോൾ യമുന നദിയാണ് ഈ കിടക്കുന്നത്. ഇതിനകത്തൂടെ വെള്ളം കുറച്ചേ ഉള്ളൂ, അഥവാ ഒഴുകുന്ന വെള്ളം ഭയങ്കര മലിനമാണ്. മെഹ്താ ബാഗിൽ യമുനയുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് കണ്ടോ, നമ്മൾ ഈ വേലി കെട്ടി ഇതിൻ്റെ ഉള്ളിൽ സംരക്ഷിച്ചിരിക്കുന്ന ഈ ഭാഗം കാണുന്നില്ലേ? ഇവിടെ എന്തോ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഇരുന്നിട്ട് താജ്മഹൽ ദർശിക്കാൻ പറ്റും. ആ രീതിയിൽ നിർമ്മിച്ചതായിരുന്നു. അപ്പോൾ അതൊക്കെ ഇന്ന് പൊളിഞ്ഞു പോയിരിക്കുകയാണ്. താജ്മഹലിലെ ആളുകളുടെ ബഹളമൊക്കെ ഇങ്ങ് കേൾക്കാം. മെഹ്താ ബാഗിൻ്റെ ചുറ്റുമായിട്ട് കെട്ടിയിട്ടിരിക്കുന്ന ആ മകുടങ്ങളാണിത്. ഇതും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ അടുത്തതുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇത് ബൗണ്ടറി പോലെ അവരിങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് കയറാൻ പറ്റും. അപ്പോൾ ഇവിടെ വൈകിട്ടൊക്കെ അവർക്ക് വന്ന് വിശ്രമിക്കാനൊക്കെ ഉള്ള സ്ഥലമായിരുന്നിരിക്കണം. അപ്പോൾ ഇത് കൂട്ടിയിട്ടിരിക്കുകയാണ്.